ദ കില്ലർ. ഈ ഒരു പേരിൽ കുറേ അധികം സിനിമകളുണ്ട്. ഒന്നിൽ കൂടുതൽ സിനിമകൾ കില്ലർ എന്നുള്ള പേരിലുണ്ട്. 2023 ദ കില്ലർ എന്ന പേരിലൊരു സിനിമ റിലീസായിട്ടുണ്ട്. അതൊരു കില്ലർ സിനിമയായിരുന്നു. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ജോൺ വൂ ആണ്. മിഷൻ ഇമ്പോസിബിൾ 2, സൈലൻറ്റ് നൈറ്റ് പോലുള്ള സിനിമകളൊക്കെ പുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ് ജോൺ വൂ. അത് ഈ ഒരു സിനിമയിലും കാണാനായിട്ടുണ്ട്. ഈ ഒരു സിനിമ അങ്ങനെ ഭയങ്കര ഫാസ്റ്റ് പേസിങ്ങിൽ പോകുന്ന സിനിമയൊന്നുമല്ല. ഒരു സ്ലോ പേസിങ്ങിൽ, ഭയങ്കര സ്ലോ പേസിങ് അല്ല, ഒരു മീഡിയം സ്ലോയിൽ നമ്മളിങ്ങനെ ഓരോ സീനിലും എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സിനിമ. ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിലെ ക്യാരക്ടർ നെയിമുകളാണ്. സി, സേ, ഫിൻ, ജെൻ, അങ്ങനെയാണ് പേരുകളെല്ലാം. അത് ഭയങ്കര രസകരമായിട്ടാണ്. സി എന്ന് പറയുന്നതാണ് നമ്മുടെ നായിക, ഒരു ഹിറ്റ് വുമണാണ്. ഫിന്നാണ് ഹാൻഡ്ലർ. ഫിന്ന് പറയുന്ന ആളുകളെ പോയി കൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ സിയുടെ ജോലി. സി ഭയങ്കര ക്യൂൻ ഓഫ് ഡെഡ് എന്നാണ് ആളുകൾക്കിടയിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു മിഷന് പോകുന്നു. ആ ഒരു മിഷനിടയിൽ വെച്ച് നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ. ആ മിഷനിൽ പോകുന്നു, എല്ലാവരും കൊല്ലുന്നു. പക്ഷെ ഒരാളെ മാത്രം സി വെറുതെ വിടുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ തുടർന്ന്, ആ ഒരാളെ കൊല്ലാതിരുന്നതിനെ തുടർന്ന് സിയുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സിയും ഫിന്നും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഫിന്നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താണ്, ഫിൻ ആരാണെന്ന് അറിയുന്നു. അതിനേപോലെ സേ എന്ന് പറയുന്നൊരു പോലീസ് ഓഫീസറുണ്ട്. പാരീസിലാണ് സ്റ്റോറി നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരീസിൻ്റെ ഒരു ബ്യൂട്ടി കാണിക്കാനാണെങ്കിൽ ഈ ഒരു സിനിമ ശ്രമിച്ചിട്ടുണ്ട്. 2 മണിക്കൂറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമയാണ്. ഇതിനകത്ത് എനിക്ക് ബോറിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയ സാധനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് സീനൊക്കെ, ക്ലൈമാക്സ് ഒരു ഇന്ത്യൻ ഫൈറ്റ് സീനുണ്ട്. അതിനകത്ത് ആവശ്യമില്ലാതെ കുറച്ച് ജമ്പ് ചെയ്തുള്ള ഗൺ ഷോട്ട് സീനുകളൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ടായിരുന്നു. അതും ആ ഒരു ഷോട്ടിനെ അങ്ങോട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തത് പോലെ എനിക്ക് ഫീൽ ഉണ്ട്. ബാക്കിയെല്ലാം ഗംഭീരമായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 മണിക്കൂറും നമ്മളിങ്ങനെ സ്ലോ പേസിലാണ് പോകുന്നതെങ്കിൽ ഓരോ സീനും നമ്മളെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടല്ലോ, അതുണ്ട് ഈ ഒരു സിനിമയിൽ. അങ്ങനെ പോകുന്നൊരു സിനിമയാണ്. ഈ സി എന്ന് പറയുന്ന ക്യാരക്ടർ പെർസ്പെക്റ്റീവിലും ഈ സൈ എന്ന് പറയുന്ന പോലീസ് ഓഫീസറും തമ്മിലുള്ളൊരു റിലേഷൻ ഉണ്ടാകുന്നുണ്ട് അവർക്ക്. ഈ ഒരു സിനിമയിൽ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്നത്, നമ്മൾ യൂഷ്വലി കാണാറുള്ള ഏത് ആക്ഷൻ സിനിമകൾ എടുത്ത് നോക്കിയാലും അതിനകത്ത് ആവശ്യമില്ലാത്ത ഒരു റൊമാൻസ് കുത്തി നിറയ്ക്കും. ഇതിനകത്ത് ആ ഒരു റൊമാൻസ് ഇല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് റൊമാൻസ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. അങ്ങനെ ഒരു സാധനമേ ഇല്ലാതെയാണ് പോകുന്നത്. ഈ ഒരു ജെൻ എന്ന് പറയുന്ന വേറൊരു ക്യാരക്ടറുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ. ഈ ഫിൻ എന്ന് പറയുന്ന നമ്മളുടെ ഹാൻഡ്ലർ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് എന്നുള്ള സാധനങ്ങളും കുറേ വലിയ ഡ്രഗ് ബസ്റ്റുകളും ഒക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ള റീസൺ, അതായത് ലോജിക്കില്ലായ്മ എന്നുള്ള സാധനം ഈ ഒരു സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആവശ്യമില്ലാത്ത ആക്ഷൻ സീക്വൻസുകളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലൈമാക്സിൽ ഞാൻ പറഞ്ഞ സാധനം ഒഴിച്ച് ബാക്കിയല്ല അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ചൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ചാടി വെടിവെപ്പും കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ആ ഒരു നായികയ്ക്ക് കൂടുതൽ കൊടുത്തതുപോലെ തോന്നി. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്ലൈമാക്സിൽ ആ ഒരു സിനിമയെ പ്രോപ്പറായിട്ട് എൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി അത് കഴിഞ്ഞിട്ടൊരു എന്തെങ്കിലും ഒരു ടൈലൻറ്റ് സീനിൽ കണ്ടു ഉറപ്പിക്കാറൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഈ ഒരു സിനിമയിലില്ല. നല്ല രീതിയിൽ തന്നെ ടൈലൻറ്റ് സീനും കൊണ്ടു നിർത്തി അത്യാവശ്യം ഒരു പ്രോപ്പർ ക്രാഫ്റ്റിംഗ് ഉള്ള സിനിമയായിട്ടാണ് എനിക്ക് ദ കില്ലർ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ തോന്നിയത്. 2 മണിക്കൂർ വർത്ത് വാച്ചിങ് ആയിട്ടുള്ളൊരു സിനിമ. നിങ്ങൾ ഇത് ഇപ്പോൾ എന്തായാലും പോയി കാണുക. പീക്കോക്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പീക്കോക്ക് അല്ലാതെ ആൾട്ടർനേറ്റീവായിട്ട് ഏത് സൈറ്റിൽ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ഐഡിയയും ഇല്ല. ടെലഗ്രാമിൽ പോയി കാണുക, അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇല്ലാത്ത സാധനത്തിൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പം ടെലഗ്രാമിൽ കാണുക, അല്ലാതെ സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി കാണുക, നെറ്റ്ഫ്ലിക്സിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി കാണുക. എന്തായാലും നല്ലൊരു സിനിമയാണ്. 2 മണിക്കൂർ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഒരു വർത്ത് വാച്ചിങ് ഐറ്റം എന്നൊക്കെ പറയില്ല, അങ്ങനെ കാണാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും. ഇതൊക്കെ ഇല്ല, നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ.